പാസ്റ്റിൽ ഞാനായിരിക്കും ഇവിടെ. എന്തായാലും അത് പോയി കണ്ടിട്ടോ. തലേന്ന് രാത്രി പ്ലാൻ ചെയ്തു, നാളെ നമുക്ക് പൊന്മുടി കിട്ടാലോ. യെസ്, ടുഡേ വി ആർ ഗോയിങ് ടു പൊന്മുടി. കൊട്ടിയെത്തുന്ന പൊന്മുടിയിലേക്ക് ഏകദേശം ഒരു 90+ കിലോമീറ്റർ ആണ് കാണിക്കുന്നത്. സോ നമ്മൾ പോകുന്നത് നമ്മുടെ ഡിയോയിലാണ്. ആദ്യം തന്നെ പമ്പിൽ പോയിട്ട് 350 രൂപയ്ക്ക് പെട്രോൾ അടിച്ചു. പിന്നെ അവിടുന്ന് വണ്ടി വിട്ട് കുറച്ച് ദൂരം കഴിഞ്ഞപ്പോഴേ ഓർത്തെ കയ്യിൽ ക്യാഷ് ഒന്നും ഇല്ലല്ലോ. ഗൂഗിൾ പേ പണി തന്നാലോ, പണി കിട്ടില്ലേ. സോ ഉടനെ തന്നെ ഒരു ATM നിർത്തി ക്യാഷ് എടുത്ത് കൈവച്ചു. അവിടുന്ന് വണ്ടി വിട്ട് കുറച്ച് ദൂരം കഴിഞ്ഞപ്പോഴേ ഓർത്തെ അയ്യോ ചായ കുടിച്ചില്ലല്ലോ. പിന്നെ പോകുന്ന വഴി ഒരു ചായക്കടയിൽ നിർത്തി ഓരോ ചായ വീതം അടിച്ചു. അങ്ങനെ യാത്ര വീണ്ടും തുടർന്നു. പോകുന്ന വഴിയിൽ ഒരുപാട് മനോഹരമായ കാഴ്ചകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ബാക്കിലിരുന്ന സാധനത്തിൻ്റെ കയ്യിലാണ് വീഡിയോ എടുക്കാൻ കൊടുത്തിരുന്നത്. ഒരു നല്ല രസമുള്ള സ്ഥലം എത്തുമ്പോഴത്തേക്ക് ഞാൻ വീഡിയോ എടുക്കാൻ പറയും. അപ്പോൾ വണ്ടി റണ്ണിങ്ങിലാണേ. ആ സമയത്ത് അവളെ പ്ലേ ചെയ്യാതെ എടുത്ത് ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കും. ഒന്നും കിട്ടത്തൂല്ല. അങ്ങനെ പോയി അവളെ എടുത്ത വിദഗ്ധമായ ഷോട്ട്സ് ഞാൻ ഇവിടെ കാണിച്ചു തരാം. അങ്ങനെ പോയി പൊക്കോണ്ടിരുന്നപ്പോൾ പൊരിഞ്ഞ അടിയും ബഹളവും. എവിടുന്ന്? എൻ്റെ വയറ്റിൽ നിന്ന് വിശന്നിട്ട് വയറിൻ്റെ ഫാദറിന് വിളിക്കുന്നതാണ്. പിന്നെ ഒന്നും നോക്കിയില്ല, അടുത്ത കാണുന്ന ഹോട്ടലിൽ തന്നെ കയറാമെന്ന് പറഞ്ഞ് പോയതാ. ഓരോ ഹോട്ടൽ കാണുമ്പോഴത്തേക്ക് അവൾ പറയുന്നത് അവിടെ നിർത്താം. ഞാൻ പറയാതെ റോങ് സൈഡാണ്. വീണ്ടും പറയാതെ ഒരു ഹോട്ടൽ വീണ്ടും നിർത്താമെന്ന്. ഞാൻ പറയും അയ്യോ അവിടെ വൃത്തിയില്ല. അങ്ങനെ പോയി എവിടെയോ അങ്ങ് പോയി. അങ്ങനെ ലാസ്റ്റ് ഞങ്ങൾ ഒരിടത്ത് കയറി. അവിടുന്ന് 2 പൊറോട്ടയും മുട്ടക്കറിയും ഞാൻ വെട്ടി. അങ്ങനെ അവിടുന്ന് ഇറങ്ങിയപ്പോൾ പള്ള എന്നോട് ഏമ്പക്കൻ രൂപത്തിൽ നന്ദി പറഞ്ഞു. അങ്ങനെ അവിടുന്ന് വീണ്ടും വണ്ടി എടുത്തു. വീണ്ടും കുറച്ചു ദൂരം കഴിഞ്ഞപ്പോഴത്തേക്കും രാസന അവിടെ ഉണ്ടോ എന്നൊരു സംശയം. പെരുത്തങ്ങ് ഇല്ലാണ്ടായി പോയി. പ്രകൃതി ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടുന്ന നല്ല അടിപൊളി വ്യൂസ് ആണ് പോകുന്ന വഴിക്കുള്ളത്. അങ്ങനെ പൊക്കോണ്ടിരിക്കുമ്പോഴാണ് ഒരാൾ പെട്ടെന്നൊന്ന് മുന്നിൽ ചാടിയത്. സമയദൈർഘ്യം കാരണം ബാക്കി പിന്നെ